കണ്ണന്റെ നടയിൽ വന്നതിനാണ് ഞാൻ ഈ കിടന്ന് അനുഭവിക്കുന്നത്. പലരും ചോദിച്ചു വീട്ടിലിരുന്ന വിളിച്ചാ കേൾക്കൂലേ കണ്ണൻ, പിന്നെ എന്തിനു നടയിൽ വരണമെന്ന്. അവരോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് എന്താണെന്നറിയോ, പിന്നെ നിങ്ങളൊക്കെ എന്തിനാ നടയിൽ പോകുന്നത്? നിങ്ങൾക്കൊക്കെ വീട്ടിലിരുന്ന് വിളിച്ചാൽ പോരെ? വിളിച്ചാൽ പോലും ഗുരുവായൂരപ്പൻ നമ്മുടെ അടുത്ത് വരും എന്നുണ്ടെങ്കിൽ ഗുരുവായൂർ നടയിൽ ഒരു മനുഷ്യനെ പോലും കാണാൻ ഇട ഉണ്ടാവില്ലല്ലോ. എല്ലാവർക്കും വീട്ടിൽ കുത്തിരിന്ന് വിളിച്ചാൽ പോരെ? അത് പോരാ. നമ്മളിരിക്കുന്നിടത്ത് നമ്മുടെ മാതാപിതാക്കൾ വിവാഹം കഴിച്ച് പോകുന്ന കുട്ടികളാണെങ്കിൽ മാതാപിതാക്കളെ വിവാഹം കഴിച്ച സ്ഥലത്ത് നിന്ന് ഫോൺ ചെയ്ത് നോക്കും, നിങ്ങൾ സുഖമായിട്ടിരിക്കുകയാണോ അല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട്. എന്തിനങ്ങനെ ഫോൺ ചെയ്ത് നോക്ക്? പോരാട്ടത് നമ്മൾ വീട്ടിൽ പോയി നോക്കണം. നമ്മുടെ സന്തോഷാണത്. അവരെവിടെയാണോ അവിടെ പോയിട്ട് കണ്ണനെ കാണുമ്പം കിട്ടുന്ന ആ ഒരു സമാധാനവും സന്തോഷവും നമുക്ക് വീട്ടിൽ കുതിരുന്ന ഗുരുവായൂരപ്പാന്ന് 100 തവണ വിളിച്ചാൽ കിട്ടൂല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നടയിൽ തന്നെ വരണം. നടയിൽ വന്നിട്ട് ദൂരെ നിന്നിട്ടെങ്കിലും ഒന്ന് കണ്ണ എന്ന് വിളിച്ചാൽ മതി. ആ വിളി എല്ലാവരും എന്നോട് ചോദിച്ചിട്ട് നിനക്കുള്ളിൽ കാണാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസം മതാചാരപ്രകാരം തന്നെ ഞാൻ കണ്ണനെ കാണും. എനിക്ക് ഉറപ്പുള്ള കാര്യം. അതിനുള്ള ഒരു ചുറ്റുപാട് എനിക്ക് വരട്ടെ, വരുത്തി തരും കണ്ണനെന്ന് എനിക്കറിയാം. അതിന് എല്ലാവരും സമ്മതിക്കുമെന്ന് എനിക്കറിയാം. അന്ന് ഞാൻ കാണും.